ഇതെല്ലാം എനിക്കുള്ളതിനാ. അടുത്ത് നമ്മളെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ നമ്മൾ ഒരു മാസം, അതായത് ഈ മാസം ആദ്യമേ തന്നെ ക്രിസ്മസ് ഫ്രണ്ട് എല്ലാവരുടെ പേരും എഴുതി തുണ്ടിട്ട് അതിന് പുറകെ അധ്വാനിച്ച രണ്ടുപേരുണ്ട്. ശ്യാമേ സുരേഷും ശ്യാമിന്റെ ഒറ്റ തോഴനായ ഉയർ നൻപനായ ഉണ്ണിയും ചേർന്ന് പേരുകളെല്ലാം എഴുതി എല്ലാരും വീട്ടിലും കൊണ്ട് എത്തിച്ച് നല്ലൊരു ഫോട്ടോ ഉണ്ണിച്ചേട്ടാ ഞാൻ പുകഴ്ത്തിയതാണ് അപ്പൊ എല്ലാരും വീട്ടിലും കൊണ്ട് എത്തിച്ച് ഇന്ന് ഈ ഒരു സംഭവം ഇത്രയും ഭംഗിയാക്കാൻ അവര് ഉണ്ടായിരുന്നു. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പരസ്പരം ഫ്രണ്ട്സിന്റെ പേരൊന്നും ആരും അങ്ങോട്ട് വീണ്ടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ചിലര് സൈസ് ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് കൊച്ചേച്ചിമാരെ വിളിച്ചതായും ചില സഹോദരന്മാർ അനിയന്മാരുടെ അടുത്ത് ഡ്രസ് വാങ്ങിച്ച് ചോദിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അതായത് അവരുടെ വേണമെന്നുള്ള സാധനം വാങ്ങുമ്പോൾ വെള്ള ഷൂസ് വാങ്ങിച്ചോട്ടപ്പോ അവർക്ക് വേണം. അതായത് നമുക്ക് വേണമെന്നുള്ള കാര്യം നമ്മൾ തന്നെ വാർന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതൊക്കെ പറഞ്ഞു. നീ പറഞ്ഞില്ലല്ലോ ശ്രീനാഥിനെ വേണമെന്ന്. നീ പറഞ്ഞ നമ്മൾ കൊണ്ടുവന്നപ്പോഴല്ലേ പറഞ്ഞു. ശ്രീനാഥിനെ ആദ്യം കണ്ടു, പിന്നെ പരിചയപ്പെട്ടു, ഇപ്പൊ പ്രേമിക്കുന്നു. സാധാരണ പ്രേമിച്ചിട്ട് പറയുന്നത് എന്തെങ്കിലും വീട്ടുകാർ കണ്ട് സമ്മതിച്ച് അവർക്ക് ഇഷ്ടം അവള് പ്രേമിക്കുന്നു. പ്രണയം പറയുന്ന സ്റ്റോറി സെക്ഷൻ അല്ല ഇത്. നമ്മുടെ ഗിഫ്റ്റ് ധോണിയുടെ സൗണ്ട് പോയിരിക്കുകയാണ് എല്ലാരും. അതായത് നമ്മള് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അവർക്ക് സന്തോഷം തരുന്നതായിരിക്കാം, സന്തോഷം തരുന്നത് തന്നെയായിരിക്കും, ഇഷ്ടപ്പെടുമായിരിക്കും. ഓക്കെ, അപ്പോ ഇത് ആദ്യമായി നമുക്ക് ഗിഫ്റ്റ് കൊടുത്ത് മൂത്ത ഒരാളിൽ നിന്ന് തുടങ്ങാം. അപ്പോ വല്യച്ഛന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ എനിക്ക് കിട്ടിയ ആളുടെ പേര് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ ആളുടെ പേര് പറയണതിന് പകരം കുറച്ച് ക്ലൂ പറയും. ഇപ്പൊ എനിക്ക് അബീരെ പേരാണ് കിട്ടിയെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ഒരു സാധനമുണ്ട്. അല്ല ഇളയ ഒരു ആണ്ടരിയാണ്, മീൻസ് ചെറുമകനാണ്, നല്ല സുന്ദരനാണ്, സുമുഖനാണ്, മീശ താടിയൊക്കെ വന്നിട്ട് ചുള്ളനായി പോയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേപോലെ ക്ലൂ വേണ്ട പെൺകുട്ടികളുടെ ഓക്കെ, നമുക്ക് ക്ലൂ കൊടുക്കാം. ക്ലൂ കൊടുത്ത് വേണം നമ്മളുടെ ഫ്രണ്ടിന്, അതായത് നമ്മൾ ഗസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ക്ലൂ വരുമ്പോ നിങ്ങൾ ഗസ് ചെയ്യണം എന്റെ ഫ്രണ്ട് അല്ലെ ഫ്രണ്ട് ആരായിരിക്കും നമുക്ക് ഗസ് ചെയ്യാം. എന്നിട്ട് അവര് നമ്മൾ കണ്ടുപിടിച്ച അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വന്ന് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഇപ്പൊ എനിക്കാണ് കിട്ടിയെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഓ ഇത് അതാണല്ലേ എന്നിങ്ങനെ ഗസ് ചെയ്യാം. അതായത് ഇതെന്ത് ഗിഫ്റ്റ് ആണ്, ഓ ഇത് ഗോൾഡ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമല്ലോ. ആദ്യം വല്യച്ഛൻ വന്നിട്ട് വല്യച്ഛന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അത് പകരം അവരെ പറ്റി പറയണം. ഇങ്ങനെയാണ് അതായത് ആളുടെ പേര് പറയാതെ ആള് എവിടെയാണ്, അല്ലെങ്കിൽ ആള് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ ആണാണോ ആണോ കൊണ്ടുവന്ന സാധനം ചെല്ലേ അണ്ണന്റെ ഫോണിൽ ആരെങ്കിലും ഉണ്ടോ? അണ്ണന്റെ ഫോണില് വലിയ ഫോണ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗിഫ്റ്റ് പെട്ടെന്ന് ആവേശം പയ്യെ പഠിച്ചല്ലേ
ആവേശം പൊങ്ങുന്നേ. ശാസ്ത്രത്തോടെ ശ്യാമനെ കൂടെ എനിക്കറിയാം. എന്റെ ഫ്രണ്ടിന് എനിക്കറിയാം, വല്യമ്മയ്ക്കും അറിയാം. കുട്ടി ഇത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പഴേ നടന്ന് കുട്ടിച്ച് ആരും കാണല്ലേ, ആരും അറിയല്ലേ, അതൊക്കെ നമുക്കറിയാം. പൊതുപ്പ് ഈ സാധനം നാളെ പോയിട്ട് നോക്കിയ സാധനം പൊളിച്ച് കാണിച്ചത് നമ്മൾ കണ്ടത്.